പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പഴനിയിൽ നിന്ന് ഞങ്ങളിന്ന് കൊടൈക്കനാലിലേക്ക് പോവാണ്. കൊടൈക്കനാലിലേക്ക് പോകണമെന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അവൾ ഉച്ചയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഉച്ചയായിട്ട് നല്ല തിരക്കാണ് ഇല്ലേ. നമുക്ക് നേരെ ആട്ടോ പോകണ്ടേ. നമ്മൾ സിറ്റിയിൽ നിന്നൊക്കെ പോകുന്നു. ഇപ്പോൾ വേറെ റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. മുന്നിൽ ബോർഡുണ്ട്, പെരുമാൾമല, കൊടൈക്കനാൽ, താണ്ടിക്കുടി എല്ലാം നേരെയാണ് കേട്ടോ പോകണ്ടേ. നമ്മളങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. ചുറ്റിലും നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ മലനിരകളൊക്കെ ഉണ്ടല്ലോ. അത് നല്ല തെളിഞ്ഞ ആകാശമാണെന്ന്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മഴ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മുന്നോട്ടേക്കുള്ള നല്ല അടിപൊളി വഴിയാണ്. മൊത്തം പച്ചപ്പും എന്താ പറയുക, ഹരിതാപരമായ കാഴ്ചകളാണ് മുന്നിൽ കാണുന്നത്. സൈഡിലും നിറച്ചും പുളിമരങ്ങളാണ്. തമിഴ്നാടിന് മാത്രം പ്രത്യേകതയുണ്ട്. ഈ സൈഡിൽ എവിടെ നോക്കിയാലും പുളിമരങ്ങളുണ്ടാവും. പക്ഷെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കുകയല്ലേ. വണ്ടിയായിട്ട് വരുന്നവർ ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പമ്പില്ല. അപ്പോൾ മാക്സിമം ഇവിടുന്ന് ഫ്യൂവലടിച്ചിട്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ വഴിയിൽ പെട്ടുപോയാൽ പിന്നെ തീർന്ന തന്നെ, വേറെ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. 2500 രൂപയ്ക്ക് ഞങ്ങൾ ഫ്യൂവലടിച്ചു പയ്യെ മുന്നോട്ടേക്ക് പോകാൻ പോവാണ്. പ്രിൻസസ് ഹിൽസ് കൊടൈക്കനാൽ വെൽക്കംസ് യു. ഇത് പഴനി എന്നുള്ള എൻട്രൻസ് ബോർഡാണ് കേട്ടോ. നമ്മളങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. മുന്നോട്ട് പോകുന്നതോറും ഇങ്ങനെ പച്ചപ്പ്, അങ്ങനെ രണ്ട് സൈഡിലും പച്ചപ്പാണ്, പുളിമരങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളങ്ങനെ അടിവാരം എത്തിയിരിക്കേണ്ട. അടിവാരം പിന്നെ ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങി. ഇതൊരു കൊടുമ്പളമാണ്. അവിടെ ഒരു മയിൽ നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ്ടില്ലേ, അടിപൊളി. കയറ്റം കയറി തുടങ്ങിയപ്പോൾ തന്നെ മയിലിനെ കണ്ടിരിക്കുകയാണ് നമ്മൾ. മുന്നിൽ നല്ല അടിപൊളി കാഴ്ചകളാണല്ലോ. നല്ല മലനിരകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ പച്ചപ്പ് ആണ്, മൊത്തം പച്ചപ്പാണ്. ചെറിയ ചെറിയ വളവുകളൊക്കെ ഉണ്ട്. വണ്ടികളൊന്നും കാണാനില്ല, എന്താണെന്തോ. അതുകൊണ്ട് ഇതൊരു കൊടുമ്പളമാണ്. സത്യം പറഞ്ഞത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അതാണ് എടുത്തു പറയേണ്ട കാര്യം. പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് അടുത്ത് മൊത്തം 21 ഹെയർ പിൻ ബെൻഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ മാക്സിമം എന്താ പറയുക, ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ മാത്രം വരിക. അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് തുടക്കക്കാരാണെങ്കിൽ ഒരു കാരണവശാലും വരരുത്, പെട്ടുപോകും. അതിന് പിന്നെ ഒരു ഡ്രൈവറെ ഞങ്ങൾ കൊണ്ടുവരിക, അത്ര ഓപ്ഷനുള്ളൂ. ബസ്സിനും വരാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. പഴനിയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ കൊടൈക്കനാലിലേക്ക് കിട്ടും. തമിഴ്നാട്ടിൽ ഡിണ്ടിഗൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നൊരു വലിയൊരു ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ. ധാരാളം ടൂറിസ്റ്റുകളും മലയാളികളും അല്ലെങ്കിൽ വേറെ സ്ഥലത്ത്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ളവരും ഇവിടെ വരാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ടെറേനുകളുടെ വണ്ടി ഓടിക്കാനായിട്ട് ഇഷ്ടം. ഈ ഹെയർ പിൻ ബെൻഡുകളും വളവുകളും എല്ലാത്തും ഇഷ്ടമല്ലെന്നല്ല, എനിക്ക് കൂടുതലും ഇതുപോലത്തെ ടെറേൻസുകളുടെ വണ്ടി ഓടിക്കുന്നതാണ് ഇഷ്ടം. ഓഫ് റോഡിങ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്, പക്ഷേ കുറച്ചേ പോയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. അങ്ങനെ വളവുകളൊക്കെ തിരിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല രസമുള്ള, എന്താ പറയുക, നല്ല നല്ല റോഡുകളാണ് എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ കുണ്ടോ കുഴിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് തമിഴ്നാട്ടിലെ റോഡുകളൊക്കെ പ്രത്യേക. ഇവിടെ അധികം ടോൾ പ്ലാസകളല്ല. കേരളത്തിൽ അങ്ങനെയാണോ? കേരളത്തിൽ മുട്ടിന് ടോൾ പ്ലാസയും നല്ല പണിയടക്കലും നമുക്ക് വിചാരിച്ചാൽ എത്താനും പറ്റില്ല. നമ്മൾ വണ്ടി കൊണ്ടുപോയാലും അങ്ങനെയാണ് കാര്യങ്ങൾ അവിടുത്തെ. ഇവിടുത്തെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് റോഡുകളാണ്. നമുക്ക് ടോൾ പ്ലാസ ഉണ്ട്, പക്ഷെ കുറവാണ് തമിഴ്നാട്ടിൽ.
നല്ല ഹൈ റേഞ്ചിലെ റോഡാണെങ്കിലും അത് നല്ല അടിപൊളി റോഡാണ്. നമ്മുടെയൊക്കെ ചില സ്ഥലത്ത് ഹൈ റേഞ്ചിലെ റോഡുണ്ടല്ലോ പൊട്ടിപ്പൊളിഞ്ഞ ഒരുമാതിരിയില്ല. ഞാനത് ആരും കുറ്റം പറയുന്നില്ല, നമ്മുടെ ഒരു അതങ്ങനെയാണ്. ഞാൻ ഒന്നും അതിനെപ്പറ്റി പറയാൻ ആളല്ല. ആ ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ, അത് പഴനിക്ക് പോകുന്ന ബസ്സാണ്. കൊടൈക്കനാൽ ഞാൻ പറഞ്ഞില്ലേ, പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ഇടവിട്ടുള്ള ഒരു ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കടയുടെ കുറച്ച് ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഏകദേശം പകുതി എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമ്മളിവിടെ നിർത്തിയതാണ്. അപ്പോൾ അടിപൊളിയായി കാഴ്ചയുണ്ട്, നോക്കിയാൽ നമ്മൾ പകുതി കവർ ചെയ്തിട്ടുണ്ട്. നല്ല മലനിരകളും ചുറ്റും പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കാം കേട്ടോ. ആ പഴനിയൊക്കെ വരുന്ന ആ ഭാഗത്താണ്, കണ്ടില്ലേ, ഇവിടെ നോക്കി കാണാൻ പറ്റത്. ഇവിടെ വണ്ടി ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ടീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ വഴി നേരെയാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇനിയും പോകാനുണ്ട്, അത്ര കുറച്ച് ഏകദേശം ഒരു 20 കിലോമീറ്റർ മുകളിൽ പോകാനുണ്ട്. മൊത്തം ഇതുപോലത്തെ കയറ്റം കൊണ്ടും വളവുകളുള്ള റോഡുകളാണ് മുന്നിൽ. മരങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ട്, നമ്മൾ പൈൻ മരങ്ങളൊക്കെ ചെറിയ തോതിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, നേരത്തെ മൂടി എന്ന പച്ചപ്പൊക്കെ മാറി ഇപ്പോൾ മരങ്ങളൊക്കെ ട്രാൻസ്പെറൻ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെല്ലുന്ന സമയത്ത് മിക്കവാറും വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആവുന്നിടത്ത് അവിടെ ചെല്ലത്തുള്ളൂ. അപ്പോൾ എന്താ പറയുക, മിക്കവാറും ഗുണമൊക്കെ പില്ലേഴ്സൊക്കെ അടച്ചിട്ടുണ്ടാവും. മിക്കവാറും ഇത് കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. അങ്ങനെ പിന്നെ നമ്മൾ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇടവിട്ട് പോലെ ഇപ്പോൾ ഇതൊരു ബിൽഡിംഗ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ട് ഇടവിട്ട് നമുക്ക് ടൗൺ ഏരിയയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കാൻ തോന്നാം. കൊടൈക്കനാലിൻ്റെ അവിടെ സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്ററാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. കണ്ടില്ലേ, നല്ല കോടയുണ്ട് ആ ഭാഗത്ത്. അടിപൊളി കാഴ്ചകളാണ് മുന്നോട്ട്. സമയം 4 മണിയൊക്കെ കഴിഞ്ഞു, എന്നിട്ട് ഇത് കാലാവസ്ഥ കണ്ടില്ലേ, പിന്നെ മൂടിയന് നല്ല തണുപ്പാണ് പുറത്ത്. കുറച്ച് തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കോട ഇങ്ങനെ ഇറങ്ങി നിൽക്കുക കേട്ടോ, അതാ കണ്ടില്ലേ, അടിപൊളിയാണ്. കോട ഇങ്ങനെ ഇറങ്ങി നല്ല തണുത്ത കാറ്റിരിക്കുന്നത്. ഇപ്പോൾ വണ്ടികളൊക്കെ വരുന്ന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, പക്ഷേ വണ്ടികൾ അങ്ങോട്ട് പോകുന്ന കാണുന്ന കുറവാണ്. ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ മാത്രമേ ഇപ്പോൾ കണ്ടോളൂ കുറച്ചൊക്കെ. എന്താണോ എന്തോ. നമ്മളങ്ങനെ പിന്നെ മരങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് മരങ്ങൾ കണ്ടു തുടങ്ങി. എന്താ പറയുക, ഇവിടെ എത്തിയപ്പോൾ തണുപ്പ് നോക്കാൻ കൂടിയിട്ടോ. സത്യം പറഞ്ഞാൽ തണുത്ത കാറ്റ് പിടിക്കുന്നുണ്ട്. തണുപ്പ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും തണുപ്പൊന്നും കൂടിയിട്ടുണ്ട്. എന്താ പറയുക, വണ്ടികൾ മുന്നോട്ട് കാണാനില്ല, ഇങ്ങോട്ട് വരുന്ന വണ്ടികളാണ് കൂടുതലുള്ളത്. എനിക്കാണെങ്കിൽ വൈകിട്ടായില്ലേ, മിക്കവാറും അങ്ങോട്ട് പോകുന്ന വണ്ടികൾ കുറവായിരിക്കും തോന്നുന്നത്. ഒരു കുരങ്ങനൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ, അടിപൊളി. ഇപ്പം നമ്മുടെ മുന്നിലൊരു വണ്ടി പോകുന്നുണ്ട്, അത് കേരള രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്, KL32 ചേർത്തല രജിസ്ട്രേഷൻ വണ്ടിയാണത്. ഞാൻ കണ്ടിരുന്നുണ്ട്, ബോർഡ് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ആ വണ്ടി നമ്മുടെ മുമ്പിലുണ്ട്. എനിക്കാണെങ്കിൽ അവരുടെ സ്റ്റേ അടിക്കാൻ പോകുന്നതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല.
നമുക്കവിടെ സ്റ്റേ അടിക്കാൻ പ്ലാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടുന്ന് കയറി പോകുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ആ ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുക, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, കണ്ടില്ലേ വണ്ടിയൊക്കെ നമ്മുടെ സൈഡിൽ. അവിടെ ചെക്കിങ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫൈൻ അടിക്കും. ആ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കൊണ്ടുവരാതിരിക്കാൻ നല്ലത്. നിങ്ങൾ അവിടെ ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൻ്റെ ഈ സൈഡ് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വണ്ടികളാണ് തിരക്ക്, ഞാൻ പറഞ്ഞില്ല കൂടുതൽ. അങ്ങോട്ട് പോകുന്ന വണ്ടികൾ കുറവാണ് ഈ സമയത്ത്. നല്ല തെളിഞ്ഞ ആകാശമാണ് മുന്നിൽ. അതുകൊണ്ട് അപ്പോൾ അതെ എന്താ പറയുക, ഈ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ ബാരിക്കേഡ് വെക്കുന്ന വളരെ ഉപകാരം. എന്താ പറയുക, വണ്ടികളങ്ങനെ കയറി പോകത്തുമില്ല, അങ്ങനെ എന്താ പറയുക സ്പീഡ് എടുക്കത്തുമില്ല. നല്ല റോഡാണ് പക്ഷേ അങ്ങനെ സ്പീഡ് എടുക്കത്തില്ല. അതിനായിട്ട് വെച്ചിരിക്കുക. നമുക്കതിന് ഗ്യാപ്പ് കിട്ടിയിരിക്കും, അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ നല്ല നിറച്ചും ഷോപ്പുകളാണ് ഈ ഭാഗത്ത് കൂടുതലും. കണ്ടില്ല, കടകൾ ഇഷ്ടം പോലെയുണ്ട്. തേയില, ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമ്മൾ ആ വണ്ടിയുടെ പുറകെ അങ്ങനെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ആ വണ്ടി മാത്രം മുന്നിലുള്ളൂ, വേറെ വണ്ടിയൊന്നുമില്ല. അവിടെ നിന്നാണ് വരുന്ന വണ്ടികളാണ് കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരുപാട് സിൽവർ കാസ്കേഡ്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് കാണാനായിട്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കൊടൈക്കനാലിൻ്റെ ഒരു മനോഹാരിതയാണ് ഒന്ന്. അവിടെ വെള്ളമൊക്കെ ഒഴുകി നല്ല രസമായിട്ട് അത് കാണാനായിട്ട്, വെള്ളം ഒഴുകി പോകുന്നത് കാണാനായിട്ട് നല്ല തിരക്കാണ് അവിടെ. ഇവിടെ അത്യാവശ്യം മലയാളികളാണ് കൂടുതൽ. തമിഴന്മാരെക്കാട്ടും കൂടുതൽ മലയാളികളാണ് അവിടെ ഉള്ളത്. പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല കുറച്ച് കുരങ്ങന്മാരെ തിരിക്കുന്നുണ്ടാവും. ഇവിടെ രസം കാണുന്നില്ല, കണക്കൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട് ഈ സമയത്ത്. അത് കടൽ നല്ല തിരക്കാണ്. സിൽവർ കാസ്കേഡ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഫോട്ടോ എടുത്ത് വീടെടുത്തും തകർത്തുകൊണ്ടിരിക്കണം. നമ്മുടെ വണ്ടിയുടെ ഭാഗത്തേക്ക് പോകട്ടെ. നമ്മൾ ഇവിടുന്ന് പോകണം ഇങ്ങോട്ട് ആ കോക്കേഴ്സ് വാക്കിൻ്റെ അടുത്തേക്ക് പോകാം. അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നാം. സമയം ഒരുപാട് വൈകി. നമ്മളങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിലൊരു കിയ കാരൻസ് ഉണ്ട്. പച്ചപ്പാണ് സൈഡിൽ. നമ്മളങ്ങനെ കൊടൈക്കനാൽ ടൗൺ ഏരിയയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ബസ് നമ്മുടെ മുന്നിൽ പോകുന്നുണ്ട്. അവിടെ നിന്നും ബസ്സുകൾ വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ സാഹചര്യങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. നമ്മളതുകൊണ്ട് മാക്സിമം നമ്മുടെ സ്പീഡ് ലിമിറ്റിൽ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ വണ്ടിയായിട്ട് വരാവുള്ളൂ ഇങ്ങോട്ട്. തുടക്കക്കാരൊക്കെ വന്നാൽ ചിലപ്പോൾ പണി കിട്ടുന്ന വഴി അറിയില്ല എങ്ങനെയാണെന്ന്. നമ്മളങ്ങനെ കൊടൈക്കനാൽ ടൗൺ ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നാൽ കാണുന്നതാണ് കൊടൈക്കനാൽ ടൗൺ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം വണ്ടികളുടെ തിരക്കൊക്കെ കൂടി വരുന്നുണ്ട്. മുന്നിൽ വണ്ടിയുണ്ട്, കണ്ടില്ലേ? അവിടെ നിന്ന് വന്ന് വണ്ടികൾ വരുന്നുണ്ട്, മുന്നോട്ടേക്ക് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. ടൗൺ ഏരിയ എത്തിയാണ് അങ്ങനെ കൂടുതലുള്ള സ്റ്റേ അടിക്കാൻ പോകുന്നതാണ് കൂടുതലും പേര്. ഇതെടുത്ത സമയം വൈകിയില്ലേ. ഇപ്പോൾ ഇനി മിക്കവാറും കോക്കേഴ്സ് വാക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നാം. കുണാക്കെ നമ്മൾ എല്ലായിടത്തും മിക്കവാറും അടയ്ക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് കൊടൈക്കനാൽ ടൗൺ. ഇവിടെ അത്യാവശ്യം ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഹോം സ്റ്റേ അങ്ങനത്തെ സെറ്റപ്പൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടും. അത് ഇവിടെ ഒരാർത്ത് ഇങ്ങനെ മോശം ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവരുടെയൊക്കെ അടുത്ത് ഇങ്ങനെ പെടാതിരിക്കാനല്ല. കാരണം ലാസ്റ്റ് റേറ്റ് മാറി പറഞ്ഞ് ഉടായ്പ സെറ്റപ്പിലേക്കൊക്കെ പോകണേക്കാളും നമ്മൾ ആരുടെയും നേരത്തെ പോയവരുടെ തിരക്കി അങ്ങനത്തെ കേൾക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാകുമ്പോൾ കൂടുതൽ സേഫ് ആയിരിക്കും. നമുക്കൊന്ന് സ്റ്റേ അടിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അതിനുള്ള ഈ ആൾക്കാർ ഇങ്ങനെ റൂം വേണമെന്നൊക്കെ ചോദിച്ചു വരും. അവരൊക്കെ ഉറപ്പായിട്ട് പറ്റിക്കാൻ നിൽക്കുന്നവരായിരിക്കും ഒരു 90% പേര്. വാശുകാരുടെ അടുത്ത് പോയി പെടാതിരിക്കുക. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല സത്യം പറയാം. നമുക്ക് കോക്കേഴ്സ് വാക്കിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് അവിടെ ബ്ലോക്കാണ്. ഇവിടെ എത്തിയപ്പോൾ നിറച്ചും ബ്ലോക്കായിട്ട് ഒരു രക്ഷയില്ല. മുന്നോട്ട് വണ്ടി ഇങ്ങനെ നീങ്ങുന്നില്ല. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട്. ഈ കോഫി, പിന്നെ എന്താ ടിഫിൻ സ്റ്റാൾ, ഹോം സ്റ്റേ, പിന്നെ ചോക്ലേറ്റ് വിൽക്കുന്ന ഷോപ്പുകൾ, അങ്ങനത്തെ ഷോപ്പുകളാണ് കൂടുതലും കാണാൻ കഴിയും ഹൈ റേഞ്ച് ഭാഗത്തൊക്കെ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കോക്കേഴ്സ് വാക്കായി.
അങ്ങനെ കോക്കേഴ്സ് വാക്കിൻ്റെ അടുത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ലെഫ്റ്റിൽ കാണുന്നതാണ് ആ സംഭവം. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം സേഫായിട്ട്. അതാണ് അടുത്ത പരിപാടി. അങ്ങനെ നമ്മൾ സേഫായിട്ടൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു. വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നിർത്താതെ വന്നുകൊണ്ടിരിക്കുക. അതാ ഭാഗത്താണ് കോക്കേഴ്സ് വാക്ക്. ഇതാണ് കോക്കേഴ്സ് വാക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ നല്ല തിരക്കാണ്. ഇതിൻ്റെ വാതിൽക്ക് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട്. അങ്ങോട്ടേക്ക് ആൾക്കാരുണ്ടെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം എങ്ങനെയാണെന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗുണാക്കേവൊക്കെ അടച്ചു എന്ന് അറിയാം. ഗുണാക്കേവും പില്ലേഴ്സിലൊക്കെ കുറച്ച്. അപ്പോൾ നമുക്ക് പിന്നെ എവിടെയെങ്കിലും വരുമ്പോൾ അതൊക്കെ കാണിക്കാം. അതിൽ നല്ലത്. നമുക്ക് തൽക്കാലം കോക്കേഴ്സ് വാക്കിൽ പോവാം. വേറെ നിവൃത്തിയില്ല. അതാ അവിടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് 35 രൂപയായിട്ട് ഒരാൾക്ക് ടിക്കറ്റ്. ചുറ്റിനും എന്തായാലും ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടില്ലേ എവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. നമുക്ക് മുന്നോട്ട് എങ്ങനെയാണെന്ന് പോയി നോക്കാം. കാഴ്ചകൾ എങ്ങനെയാണെന്ന് സൈഡിൽ നോക്കിയാൽ മനസ്സിലാക്കുക. നല്ല കോട ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക കണ്ടില്ലേ. കോട ഇങ്ങനെ നിറഞ്ഞ് ആ ഭാഗത്തല്ല, ഇപ്പുറത്തെ ഭാഗത്ത് സൈഡിൽ ഇങ്ങനെ കോട ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ. എന്തൊരു ഹൈറ്റാണെന്നൊക്കെ. അയ്യോ സമ്മതിക്കണം. സീ ലെവലിൽ നിന്ന് 7200 അടിയുണ്ട് കേട്ടോ കൊടൈക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന. അത്ര ഹൈറ്റിൽ നിൽക്കുന്നത്. കോട ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക ഭാഗത്ത് കണ്ടില്ലേ. അടിപൊളി സെറ്റ് വ്യൂ അവിടുന്ന്. ഇവിടെ എന്താ തീ കായുന്നുണ്ട് ഒരു പുള്ളി. അവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് ആ സൈഡിൽ. ഇവിടെ നല്ല പറഞ്ഞത് നല്ല കാഴ്ചകളാണ് ആ ഭാഗത്ത്. കൊടൈക്കനാൽ ടൗണും പിന്നെ നമ്മൾ വന്ന് കയറിയ വഴിയൊക്കെ ആ ഭാഗത്ത് കാണാൻ പറ്റും. അവിടേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് നിന്ന് പോയി നോക്കാം. അവിടെ ഒരു പുള്ളി പഞ്ഞി വിട്ടാതിരിക്കുന്നുണ്ട്. അവിടെ എന്താ ബാഗ് അങ്ങനത്തെ കാര്യങ്ങൾ, ബാഗുകൾ, ബൊമ്മകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുന്ന ഒരു കട. പിന്നെ ഇതിവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. അവിടെ ഒരു എന്താ പറയുക ടെലിസ്കോപ്പ് വ്യൂ ഒക്കെ വരുന്നത് അവിടെയാണ് കേട്ടോ. ആ ഒരു ടവറിൽ ടെലിസ്കോപ്പ് വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം കാഴ്ചകൾ എങ്ങനെയാണ്. ഒരു ചായ അടിക്കാനും പിന്നെ ഇവിടെ നിന്ന് ചായ മസ്റ്റാണ്. അങ്ങനെ ഹൈ റേഞ്ചിൽ നിന്ന് ഒരു ചായയും കുടിച്ച് നമ്മളിങ്ങനെ വ്യൂ ആസ്വദിച്ചിരിക്കണം. അടിപൊളി സെറ്റ് വ്യൂ കേട്ടോ. അവിടെ നിന്ന് അടിപൊളിയാണ്. നമുക്ക് ബൈനോക്കുലറിൽ നോക്കാം. നമ്മളുടെ ബൈനോക്കുലറിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നോക്കിയിരുന്നു. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. കോട നിറഞ്ഞ് നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അതായത് കോട അടിപൊളിയായിട്ട് ഇപ്പം കയറി വരുന്നുണ്ട്. അയ്യോ വിഷയം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ, അവർ ആ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സീന് അത് ഇവിടെ കേട്ടോ ഷൂട്ട് ചെയ്തത്. കോക്കേഴ്സ് വാക്കിലാണ് ഷൂട്ട് ചെയ്തത്. അവിടെയൊക്കെ കോട കയറുന്നത്. അയ്യോ അങ്ങോട്ടൊക്കെ കോട നല്ലോണം കയറി വരുന്നുണ്ട്. എല്ലാം കീട്ടിലും തണുപ്പാട്ടോ. കോട കയറി ഇങ്ങനെ നിൽക്കാൻ വയ്യ. തണുത്തിട്ട് തണുപ്പിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അല്ലേ ഇവിടെ അത് അയ്യോ കോട കയറി മുങ്ങി, കോടയിൽ മുങ്ങി നിൽക്കുക സത്യം പറഞ്ഞാൽ. അത് നന്നായി എന്തായാലും. ഇവിടെ ടെലിസ്കോപ്പ് വ്യൂ ഉണ്ട് കേട്ടോ. അതിൻ്റെ ടവർ ഇവിടെ ഉണ്ട്. അവിടെ ആ ഭാഗത്തൊക്കെ നല്ല തിരക്കാണല്ലോ. നമുക്ക് അവിടെ എന്തെങ്കിലും പോയി നോക്കാം. നല്ല അടിപൊളി കാഴ്ചകളാണെങ്കിൽ നമ്മളവിടുത്തെ കോക്കേഴ്സ് വാക്ക് കഴിഞ്ഞിട്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് ഇതുപോലെ അത്യാവശ്യം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കേട്ടോ എൻട്രൻസ് പോയിൻ്റ് ഉണ്ട്. ഇവിടുന്ന് ഒരു അപ്പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ മറ്റേ ഹലുവ, സ്വീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ആട്ടോ ഈ ചേച്ചിയോട് വയ്ക്കുന്നത്. നമ്മളവിടെ നിന്നൊരു ഫസ്റ്റ് കിലോയുടെ ചോക്ലേറ്റ് ഇട്ട് 1/4 കിലോ 150 രൂപയായി. പിന്നെ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് രക്ഷയിലാണ്. എല്ലാം തണുപ്പല്ലേ. അത്രയൊക്കെ ഉള്ളോട്ട് നമുക്ക് ഗുണാക്കവൊന്നും കാണാൻ പറ്റില്ല. ഗുണാക്കവും പില്ലേഴ്സൊക്കെ അടച്ചു പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം വരാത്ത പിന്നെ എപ്പോഴും വരാത്ത കാണാം. അപ്പോൾ എന്താ പറയുക, നമ്മൾ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ പോകണ്ട. നമ്മളൊന്ന് തിരിച്ചു പോകാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു സമയം കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.